കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവല തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമാ, പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഒരു വാക്കുമിണ്ടാതടാ, പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. കൊള്ളാണ്ടാ കൊള്ളാം. ഒരു വാക്ക് മിണ്ടാതടാ. ഊന്ന് വെച്ചോണ്ട് അങ്ങ് നിന്നു. ഒരു വാക്ക് മിണ്ടാതടാ. അർച്ചു, അവന്റെ മാസിന് ഒരു കുറവുമില്ല ഷാനിക്ക. അർജുൻ പാർന്നൊക്കെ ഒറ്റടിയെന്നാണ്. എന്താടാ ഒരു ലൈൻ മറന്നുപോയി, മറന്നു പോയത് നമ്മൾ ക്ഷമിക്കും. റീപ്ലേസ് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ഒരു വാക്ക് മിണ്ടാതെടാ. ഒരു പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത
പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം. എനിക്ക് ആ താളത്തില് പോയപ്പോ ഞാൻ പെട്ടെന്ന് എന്താണ് അങ്ങനെ ഒരു വാക്കാണ് മനസ്സിൽ മാറു. കുഞ്ഞാടുകൾക്ക് എന്തായിരുന്നു? കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഒരു വാക്ക് മിണ്ടാതെടാ. എന്ത് ബന്ധം? നീ പോയി പണി നോക്കടാ. ശ്ശേ. ഇവൻ ആ കരാട്ടിന്റെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോ തൊട്ട് ഇവൻ ഔട്ടാണ്. റിലേ പോയി. ചോദിക്കാം ശരത് സാർ, കൊടു. വടയും ചായ. ഒരു വാക്ക് മിണ്ടാതെ. ഒരു വാക്ക് മിണ്ടാതടാ. നീ സാറിനെ നോക്കിയാണോ അത് പറഞ്ഞേ? അതാ നീ നിന്റെ മനസ്സിൽ ഞാനായിരുന്നു അപ്പൊ. ഏയ് ഇല്ല സാർ, ഇല്ല സാർ. പൊക്കിയെടുത്തിട്ട് ഇരിക്കുന്നതന്നെ. അല്ല സാർ അവിടെ പെണ്ണെടുത്ത് എഴുതാൻ പോയപ്പോഴാ പെട്ടത്. ഒരു വാക്ക് മിണ്ടാതടാ. അല്ല ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴേ അറിയാം പെശകാന്ന്. കാര്യം ആ താളം വിട്ട് അങ്ങ് പോയി അന്തം വിട്ട്. അത് പാറും എൻ്റെ അടുത്ത്. സാറ് കോങ്ങണ്ണായി പോയി ഇവന്റെ പോക്ക് കണ്ടിട്ട്. അത് കുഴപ്പമില്ല അതൊന്നൊരു ഇഷ്യൂ അല്ല. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സന്തോഷമാകാമായിരുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സന്തോഷം വേണ്ടേ? വേണം സാർ. അപ്പൊ അത് സന്തോഷത്തോടെ ഒന്ന് പാടിയേ കേക്കട്ടെ. ഈ ഉണ്ണിയെ നോക്കി പാടിക്കോളൂ. ചുമയുള്ള ഉണ്ണി, ചുമക്കുന്ന ഉണ്ണി. ഉണ്ണികളെ അത്ര വേണ്ട. ഒരു കഥ പറയാം. മോനെ, ഇപ്പൊ മുഖത്ത് മാത്രമേ ഉള്ളൂ സന്തോഷം. പുല്ലാങ്കുഴലിൻ കഥ പറയാം. കഥ പറയാം. അതെ, നീ ഒന്ന് ചിരിക്ക്. നീ ഇതെന്തോന്ന് എടാ ചിരിക്കടാ എന്നെ നോക്കി. കഥ പറ അങ്ങനായി. ഇല്ല സാർ. കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, ചിരിക്ക്. എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ആ കൂട്ടിലൊക്കെ ഒരു നല്ലതാവട്ടെ. കൂട്ടിൽ കൂട്ടിൽ. അത് കൂട്ടിൽ നിന്ന് ഇപ്പൊ എന്തോ നഷ്ടപ്പെട്ട പോലെ നീ നിന്ന് പാടുന്നത്. അതൊരു സന്തോഷത്തോടെ പാട്. ഓക്കെ സാർ. പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ അതൊന്ന് പാടാമോ? ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം. റിലാക്സ് ആയിട്ട് പാട്. കൂളായിട്ട് പാട്. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമായി. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി എന്നാണോ? ഒരു നാളിൻ സംഗീതമായി? നാളിൻ. ആ, എന്ത് എഴുതിയേക്കുന്നത്? എല്ലാം എഴുതിയിരിക്കണേ. എഴുതിയേക്കുന്നത് നാളിലാണ്. അല്ല സാർ, ഒരു നാളിൽ സംഗീതമായി എന്നാണ്. അത് രണ്ടിനും രണ്ട് ഫീല് വരും. അതുകൊണ്ട് അത് ഒന്ന് ചോദിച്ചേ ഉള്ളൂ. ഓക്കെ സാർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വാക്ക് മിണ്ടാതെടാ ലൈനാണ്. അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു മനസ്സിൽ. ബിച്ചു സാർ അത് എങ്ങനെ എഴുതി എന്നുള്ളതാണ് ഞങ്ങൾ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഭീകരമായിട്ടുള്ള സംഭവം സംഭവിച്ചു. ഇതിൻ്റെ ഞങ്ങൾ ചിരിച്ചോണ്ടിരുന്നതുകൊണ്ട് മഞ്ചരിക്ക് സമം കിട്ടിയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ചിരിയിൽ മഞ്ചരി അതിനകത്ത് മുങ്ങിപ്പോയി. എന്നാൽ നീ അതെന്തൊരു നിപ്പായിപ്പോയി നിന്നത്. അത് കുഴപ്പമില്ല. അത് പക്ഷേ അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ എന്താണ്ടൊക്കെ മനസ്സിലാണല്ലേ? ഇല്ല സാർ, ഇല്ല സാർ. അപ്പം അത് സന്തോഷത്തോടെ പാട്. അപ്പോഴേ നമുക്ക് ഇങ്ങോട്ട് എത്തത്തുള്ളൂ. അപ്പം എന്തൊക്കെയാലും ഇത് കുറേയും കൂടെ ശരിയാക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. എന്തൊക്കെയാലും ഇനി പിടിക്കുക കേട്ടോ, കൃത്യമായിട്ട് റെഡിയാക്കാം സാർ. ഓക്കെ കഴിഞ്ഞു. ചേച്ചി, നല്ല പാട്ട് സെലക്ഷൻ. താങ്ക് യു. എല്ലാ കാര്യങ്ങളും ഒന്നു മുതൽ അവസാനം വരെ ഒന്നും വിടാതെ എല്ലാം ശരത് സർ പറഞ്ഞു കഴിഞ്ഞു. യെസ്, അതുകൊണ്ട് ഇനി തൃപ്തിയായല്ലോ. തൃപ്തിയായി. ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. ഞാൻ പ്രതീക്ഷിച്ചു, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായോ ആ താളം ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ എന്നുള്ളത്. പെട്ടെന്ന് ആ വരി തെറ്റിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. എന്റെ ശ്രദ്ധയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി. എന്തിനാ ചിരിച്ചത്? അപ്പോഴത്തേക്ക് ഉണ്ണികളെ എന്ന് പറഞ്ഞ് തുടങ്ങുകയും ചെയ്തു. എന്നാലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഇതിന്റെ ഇടയിലൊക്കെ മോനെ ത്രൂ ഔട്ട് ആ മ്യൂസിക് ഇല്ലാതെ പാടുമ്പോൾ ആ ചരണത്തിൽ തുടങ്ങിയ സമയം മുതലേ താളം ഇങ്ങനെ മാറി 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 പോകുന്നുണ്ട്. അത് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ താളത്തിലാണോ എന്നുള്ളത് ആലോചിച്ച് വേണം പോവാൻ. ഇത് തുടങ്ങുമ്പോഴേ ഇങ്ങനെ
മാറി 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 പോകുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ താളം കയ്യിലോ കാലിലോ ഒന്നും ഇടുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ ആലോചിച്ച് പോവാണ്. സംഗതികളില്ലേ ചരണത്തില്, യെസ് മാം. ആ സംഗതികളുടെ സ്പീഡ് മാറുന്ന അനുസരിച്ച് മോന്റെ താളം അങ്ങ് മനസ്സിൽ നിന്ന് സ്ലിപ്പാവാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ ഗ്രിപ്പില് വന്നേനെ. ഇത് അവിടുന്നേ പോയപ്പോഴത്തേക്ക് ഞാൻ ദൈവമേ ഇതെങ്ങനെ പിടിക്കും. പിന്നെ ബ്രില്യൻ്റ് ആയിട്ട് അവിടെ വായൊക്കെ റെഡിയാക്കി വെച്ച് നിന്നു. ഇപ്പൊ തുടങ്ങും. അർജുൻ കുറച്ചുകൂടെ ശരിയാക്കണം. ഓക്കെ മാം. കുറച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേഞ്ചർ സോണിൽ എത്തിയ സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, കുറച്ചുകൂടി ഒന്ന് പരിശ്രമിക്കാനുണ്ടെന്നുള്ളത്. അത് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഓക്കെ മാം. ഉണ്ണികളെ ഒരു കഥ പറയാം. ഇത് ഫുൾ മോൻ പാടുമ്പോഴൊക്കെ ഒരു സ്റ്റഡി അല്ല പാട്ട്, ഇങ്ങനെ വരച്ച പോകുന്നത്. കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ആവണം. ഓക്കെ മാം. കുറേ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ മാം. കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. നന്നാവട്ടെ. താങ്ക് യു ചേച്ചി. ഷാനിക്ക, എന്താ ഏയ് സാർ പറയൂ. ഒരു വാക്ക് മിണ്ടാമോ? മിണ്ടാം സാർ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയട്ടെ. സർ. മൊത്തത്തില് ഈ പാട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കുറച്ചുകൂടെ ഫീൽ ആവാമായിരുന്നു. കാരണം അങ്ങനെ അതുപോലത്തെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സോങ് ആണ് ഇത്. എനിക്കൊന്ന് അർജുൻ കുറച്ചുകൂടെ ടെക്നിക്കലി ആണോ ഈ പാട്ടിനെ സമീപിച്ചത് എന്നെനിക്കൊരു സംശയമുണ്ട്. മീൻസ് പ്ലാൻസ് മറ്റേന്ന് അത് അതിലേക്കാണോ കൂടുതൽ ശ്രദ്ധ പോയത് എന്നെനിക്കൊരു സംശയം. ഈ പാട്ടെന്ന് പറയുന്നത് ഫീലാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ദാസർ ഇതിന് കൊടുത്തിരിക്കുന്ന ഫീൽ എന്ന് പറയുന്നത് അന്യായ ഫീലാണ്. വിഷ്വൽ കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇതൊക്കെ കാണേണ്ട പടങ്ങളാണ്, ക്ലാസിക്സ് ആണ് ഇതൊക്കെ. എന്തായാലും കാണണം പടം. ഓക്കെ. പാട്ടിനോടുള്ള അപ്രോച്ച് കുറച്ചുകൂടി ടെക്നിക്കലായി പോയി. ആ ഒരു സോൾ മിസ്സിംഗ് ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ സാർ. ഞാൻ അത് ശരത്തേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ്. ശരത്തേട്ടൻ പറഞ്ഞാൽ ഇവിടെ എവിടെയോ കിടന്ന് കറങ്ങാമെന്ന് പറഞ്ഞു. മീൻസ് അത് ഇങ്ങോട്ടേക്ക് എത്തണം. അതാണല്ലോ ആ ഒരു പാട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പാട്ടുകാരൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണല്ലോ, പാടുന്നത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പുതിയ വന്ന ലിറിക്ക് നനന മതിയായിരുന്നടാ, ഒരു വാക്ക് മിണ്ടാതടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിപ്പോയി, ഔട്ട് ഓഫ് റേഞ്ച് ആയിപ്പോയി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. അർജുൻജി സാർ നന്നായിരുന്നു. താങ്ക് യു സാർ. ഇവരൊക്കെ പറഞ്ഞല്ലോ, ഇവരൊക്കെ ആവോളം ഇട്ട് ഊതി അല്ലേ. എന്തായാലും ആ വരി വായിൽ വന്ന് അങ്ങ് പാടി. എന്നാലും ഇച്ചിരി കടുങ്കൈയായി പോയി, കുഴപ്പമില്ല. ഞാൻ ഷാൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം ഈ പാട്ട് മൊത്തം ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ദാസേട്ടൻ പാടി വെച്ചിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഒഴുക്ക്, ആ ഒഴുക്ക് ഈ പാട്ടിൽ വന്നില്ലെങ്കിൽ ആര് പാടിയാലും ശരിയാവില്ല. കാരണം പല പാട്ടുകളും ദാസേട്ടൻ്റെ പാട്ടുകൾ പലരും ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് ഔസേപ്പച്ചൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹം ഭാവത്തിൻ്റെ രാജാവാണ്. ഭാവം മാത്രം മതി. ഇത്തിരി ശ്രുതി പോയാലും അങ്ങനെ ഓട്ടോ ട്യൂൺ ചെയ്തോളും, കുഴപ്പമില്ല. പക്ഷെ ഭാവം വേണം. അപ്പം ഈ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഉണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ആ ഒരു ലാളിത്യം, ആ പറയുന്ന ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി, അത് കുറച്ചുകൂടെ കൊണ്ടുവരണം. ഈ പാട്ടിലെന്ന് മാത്രമല്ല, ഇനി ഏത് പാട്ടെടുത്തു കഴിഞ്ഞാലും ആ പാട്ടിൻ്റേതായിട്ടൊരു ഭാവം അതിനകത്ത് ആ മ്യൂസിക് ഡയറക്ടറും പാടിയ ആളും അതിനകത്ത് കൊടുത്തിരിക്കും. അത് നമ്മൾ എടുക്കാൻ നോക്കുക. അത് അനുകരിക്കാനല്ല, അതിനെ അനുഗമിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുക. മോൻ്റെ സ്വന്തം സ്റ്റൈലിൽ പാടാൻ ശ്രമിക്കുക. ഓക്കെ സാർ. പിന്നെ ഇത് കൈവിട്ടു പോയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. പോയത് പോയി. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ട ആ ഊ എന്ന് പറഞ്ഞ നിന്ന സ്ഥലമുണ്ടല്ലോ, അത് കാര്യക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. അർജുൻ സാർ 8.5. താങ്ക് യു സാർ. ശരത് സാർ. 8.5. താങ്ക് യു സാർ. ചേച്ചി. അർജുൻ 8.5. താങ്ക് യു മാം. എം ജി സാർ. വളരെ ഭാവാത്മകമായിട്ട് താങ്ക് യു സാർ. Okay, so total 25.5.